നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് തിരക്കഥാ ജോഡികളായിരുന്നു ഉദയകൃഷ്ണയും സിബി കെ തോമസും. ഏറ്റവും കൂടുതൽ തിരക്കഥകൾ ഒന്നിച്ചെഴുതിയ തിരക്കഥാകൃത്തുക്കളും ഇവരാണ്. എന്നാൽ മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും പിരിഞ്ഞു. ഉദയൻ ഒറ്റയ്ക്ക് തിരക്കഥ എഴുതിയ പുലിമുരുകൻ മലയാളത്തിലെ ചരിത്ര വിജയമായി. ഉദയനും സിബിയും ഏറെ തിരക്കുള്ള തിരക്കഥാകൃത്തുകളായിരുന്നപ്പോൾ 15 വർഷം മുമ്പ് ഒരിക്കൽ മമ്മൂട്ടി ഇവർ പിരിയുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടത്രേ. ഇക്കാര്യം ഉദയകൃഷ്ണ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഉദയൻ പറയുന്നത് കേൾക്കൂ. ഒരു ജോഡിക്ക് ഒരുപാട് കാലം ഒരുമിച്ച് പോകാൻ കഴിയില്ല, പ്രത്യേകിച്ചും സിനിമയിൽ. കാരണം രണ്ടുപേർക്കും രണ്ട് ചിന്താഗതിയാണ്. ബിസിനസ് കൂട്ടുകൃഷി പറ്റും, 2 ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. ഇത് 2 ബ്രെയിനാണ്. ഇക്കാര്യം 15 വർഷം മുമ്പ് മമ്മൂക്ക ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, എപ്പോഴാടോ പിരിയുന്നത്? ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക ചിരിച്ചു. എടോ, ഒരു കാലത്തും അങ്ങനെ വരില്ല, പിരിഞ്ഞേ പറ്റൂ. അന്ന് ഞങ്ങൾക്കത് മനസ്സിലായില്ല. ഒരു കഥ ഒരാൾക്കേ കണ്ടെത്താനാകൂ, ഒരാൾക്കേ എഴുതാനാകൂ. ഒരിക്കലും 2 പേർക്ക് അത് പറ്റില്ല. മംഗളത്തിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ ഉദയകൃഷ്ണ വ്യക്തമാക്കി. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം.